ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, കോബേഴ്സ് ആർട്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് റൂബിക്സ് ക്യൂബ് ആണ്. ഇന്ന് മുതൽ നമ്മളൊരു പുതിയ വീഡിയോ ചെയ്യുകയാണ്. അതായത് എളുപ്പ വഴിയിൽ എങ്ങനെ റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാം. എളുപ്പ വഴി മാത്രമല്ല, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ എന്ന് വെച്ചാൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു അൽഗോരിതങ്ങളും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. കുറച്ച് ബേസിക് സ്റ്റെപ്സ് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് റൂബിക്സ് ക്യൂബ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാം. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, പലരും റൂബിക്സ് ക്യൂബ് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് സോൾവ് ചെയ്യുന്നത് നമ്മൾ കണ്ട് അതിശയിച്ച് നിന്നിട്ടുണ്ടാവും. ഇത് എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നത്? പലരും ഇത് സോൾവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ മടുത്തിട്ട് നിർത്തിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആർക്ക് വേണമെങ്കിലും നമുക്ക് ഈ സ്റ്റെപ്സ് പഠിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ആദ്യം നമ്മൾ അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ പ്രത്യേകതകളാണ് ആദ്യം അറിയേണ്ടത്. എന്താണ് റൂബിക്സ് ക്യൂബ്, അത് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാന്ന് അറിയണമെങ്കിൽ ആദ്യം ഇതൊരു 3x3 ക്യൂബാണ്. ഇതാണ് കോമൺ ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ 2x2 ക്യൂബ് ഉണ്ട്. 3x3 എന്ന് വെച്ചാൽ 1 2 3 1 2 3, അതായത് 3 വീതം മുകളിലേക്കും വലത്തോട്ടുമുള്ള ക്യൂബ്സ്, ചെറിയ ചെറിയ 3 വീതമുള്ള ക്യൂബ്സ് വെച്ചാണ് ഒരു ലെയർ ഇതിന്റെ ചെയ്തേക്കുന്നത്. അതായത് ചെറിയ ചെറിയ സ്ക്വയർ ആയിട്ടുള്ള ക്യൂബ് വെച്ചിട്ടാണ് ഒരു വലിയൊരു ക്യൂബ് ഉണ്ടാക്കിയിരിക്കുന്നത്. 3x3 ആണിത്. ഇതിന്റെ 2x2 ക്യൂബ് ഉണ്ട്. 2x2 ക്യൂബ് എന്ന് വെച്ചാൽ 1 2 1 2 1 2 എന്ന് വെച്ചാൽ ചെറിയൊരു ക്യൂബ്. ഇതിന്റെ ഒരു പോർഷൻ നടത്തിയെടുത്താൽ എങ്ങനെ ഇരിക്കും എന്ന് വെച്ച് അതുപോലെ ഉണ്ട്. ഇതിനേക്കാളും വലിയ, ഇതിന് മുകളിലോട്ട് 4x4 6x6 അങ്ങനെ പറഞ്ഞ് കുറെ ക്യൂബ്സ് ഉണ്ട്. ഓക്കെ, ഇതാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്യൂബ്. റുബിക് എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചതാണ്. ഒരു ആർക്കിടെക്ചർ പ്രൊഫസർ ആയിരുന്നു, പുള്ളി കണ്ടുപിടിച്ചതാണ്. ആദ്യം എൻ്റെ പേര് മാജിക് ക്യൂബ് എന്നായിരുന്നു. പിന്നീട് പുള്ളിയുടെ പേര് പറഞ്ഞ് റൂബിക്സ് ക്യൂബ് എന്നായിട്ട് മാറുകയായിരുന്നു. അപ്പം നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എല്ലാ ദിവസവും ഇതിൻ്റെ ഓരോരോ സ്റ്റെപ്സ് വീഡിയോ നമുക്ക് ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഓരോ ദിവസവും ചെയ്യുന്ന സ്റ്റെപ്സ് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ വീഡിയോ കംപ്ലീറ്റ് ആകുമ്പോഴേക്കും എല്ലാവർക്കും റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. എന്താണ് റൂബിക്സ് ക്യൂബ് എന്ന് നമുക്ക് ഇതിൽ കൂടെ മനസ്സിലാക്കാം. ഇത് നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇത് കണ്ടോ, ഇതിൻ്റെ സെൻറ്റർ ഉള്ള ഈ വെള്ള വൈറ്റ് ക്യൂബ് മൂവ് ചെയ്യുന്നില്ല. ആകെ അതിന് മൂവ് ചെയ്യാനുള്ള റൊട്ടേഷൻ, സർക്കുലർ റൊട്ടേഷൻ മാത്രമേ ഉള്ളൂ. അത് ഇങ്ങനെ കറങ്ങാൻ മാത്രമേ അതിന് ഫ്രീഡം ഉള്ളൂ. ബാക്കി ഓരോ ഇതുണ്ടോ, വേറെ ഇതിന് ഓരോന്നിനെ പറയുന്നത് ഫേസ് എന്നാണ്. ഇതൊരു ഫേസ് ആണെങ്കിൽ ഇതൊരു ഫേസ്, അങ്ങനെ 6 ഫേസ് ഉണ്ട് ഈ ക്യൂബിന്. ഓരോ ഫേസിനും ഒരു സെന്റർ ഉണ്ട്. സെന്ററിൽ ഉള്ള ക്യൂബ്സ്, ചെറിയ ടൈനി ക്യൂബ്സ്, അതിന് ഫ്രീഡം കുറവാണ്, മൂവ്മെന്റ് ഫ്രീഡം കുറവാണ്. അത് റൊട്ടേഷൻ മാത്രമേ ചെയ്യുള്ളൂ. ഉള്ള സ്ഥലത്തു നിന്ന്, അതായത് അതിന്റെ പൊസിഷനിൽ നിന്ന് പൊസിഷൻ ചേഞ്ച് ഒരിക്കലും വരത്തില്ല. അതിന് റൊട്ടേഷൻ മാത്രമേ ഉള്ളൂ. ഏത് സൈഡ് എടുത്ത് നോക്കിയാലും നമുക്കത് കാണാം. അത് എങ്ങനെ നമുക്ക് വെരിഫൈ ചെയ്യാന്ന് നോക്കിയാൽ പൊസിഷൻ മാറുന്നുണ്ടെന്ന് അറിയണമെങ്കിൽ ഗ്രീൻ, ഈ ഫേസിന്റെ സെന്റർ ഗ്രീൻ ആണ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് പാർട്ട് എന്ന് പറയുന്നത് ബ്ലൂ ആണ്. ഇത് ഒരിക്കലും ഒരു ക്യൂബിന് ഇത് സെയിം ആയിരിക്കും. നമ്മളിപ്പോൾ വേറെ കടയിൽ നിന്ന് വേറൊരു ക്യൂബ് മേടിച്ചാൽ ചിലപ്പോൾ ബ്ലൂവിന്റെ ഓപ്പോസിറ്റ് പാർട്ട് ചിലപ്പോൾ റെഡ് ആയിരിക്കും. പക്ഷെ ഒരു സ്പെസിഫിക് ക്യൂബിന്, ഒരു ക്യൂബിന് അങ്ങനെ ഒരു കളറ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും അത് മാറ്റാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. എന്ന് വെച്ചാൽ അത് അവിടെ നിന്ന് മൂവ്മെന്റ് ചെയ്യില്ല. അതായത് ഓറഞ്ച്, ഈ ക്യൂബിനെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ്, ഓറഞ്ചിന്റെ ഓപ്പോസിറ്റ് എപ്പോഴും റെഡ് ആയിരിക്കും, ഗ്രീനിന്റെ ഓപ്പോസിറ്റ് എപ്പോഴും ബ്ലൂ ആയിരിക്കും, യെല്ലോയുടെ ഓപ്പോസിറ്റ് എപ്പോഴും വൈറ്റ് ആയിരിക്കും. നമുക്ക് ഇതൊന്ന് മൂവ് ചെയ്ത് നോക്കാം അത് മാറുന്നുണ്ടെന്ന്. ഏത് രീതിയിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കുറച്ച് മൂവ് ചെയ്തിട്ട് ഒന്ന് വെരിഫൈ ചെയ്യാം അത് കറക്റ്റ് ആണോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഗ്രീനിന്റെ ഓപ്പോസിറ്റ് ബ്ലൂ ആയിരിക്കും, വൈറ്റിന്റെ ഓപ്പോസിറ്റ് യെല്ലോ ആയിരിക്കും, യെല്ലോ. ഓറഞ്ചിന്റെ ഓപ്പോസിറ്റ് റെഡ് ആയിരിക്കും. അത് മാറാൻ പോകുന്നില്ല. അത് ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യത്തിൽ ഒന്നാണ്. ഇത് 3x3 ക്യൂബായിട്ട് 6 സൈഡ്സ് ഉണ്ട്, 6 ഫേസ് ഉണ്ട്. സെന്റർ, ഓരോ ഫേസിന്റെ സെന്റർ ഫിക്സഡ് ആയിരിക്കും, അത് മൂവ് ചെയ്യുന്നില്ല.
പിന്നെ നമ്മൾ പഠിക്കാനുള്ള എഡ്ജസ് ആണ്. കോർണർ എഡ്ജസും മിഡിൽ എഡ്ജസും മാത്രമുള്ള ചെറിയ ചെറിയ ടൈനി ക്യൂബ്സ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. കോർണർ എഡ്ജസ്, ഈ കോർണർ ക്യൂബ്സ് വേറൊരു കോർണറിലേക്ക് മാത്രമേ മൂവ് ചെയ്യുള്ളൂ. ഈ ബ്ലൂ ക്യൂബ് നമുക്ക് ഈ എഡ്ജിൽ നിന്ന് ഈ എഡ്ജിലോട്ട് മാറ്റാം, ഈ എഡ്ജിൽ നിന്ന് ഈ എഡ്ജിലോട്ട് മാറ്റാം, ഈ എഡ്ജിൽ നിന്ന് ഈ എഡ്ജിലോട്ട് മാറ്റാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. പിന്നെ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള വേറൊരു കാര്യം പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ക്യൂബ് സോൾവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു പൊസിഷൻ പിടിക്കുകയാണെങ്കിൽ മാക്സിമം നമ്മൾ ആ പൊസിഷൻ ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. അതായത് ഇപ്പം ഞാൻ ഈ ഒരു പൊസിഷൻ പിടിക്കുകയാണെങ്കിൽ ഇതിന്റെ ടോപ്പ് എന്ന് പറയുന്നത് ബ്ലൂ ആണ്. ഒബ്വിയസ്ലി അതിന്റെ താഴെ ഗ്രീൻ ആയിരിക്കും. ഈ ടോപ്പ് ഫ്രണ്ട് ഫേസിൽ വൈറ്റും ആണ്. നമ്മളിത് ഓർത്ത് വെച്ചിരിക്കണം. എപ്പോഴും നമ്മൾ ക്യൂബ് എങ്ങനെയൊക്കെ തിരിച്ചാലും തിരിച്ച് നമ്മൾ ഫ്രണ്ടിൽ വൈറ്റും ടോപ്പിൽ ബ്ലൂ ഉള്ള രീതി പിടിച്ചിട്ട് വേണം ഇത് സോൾവ് ചെയ്യാൻ. ഒരിക്കലും നമ്മുടെ കയ്യിൽ കിടന്ന് ക്യൂബ് കറങ്ങിപ്പോയാൽ നമുക്ക് ഒരു വ്യത്യാസം വരരുത്. നമുക്ക് തിരിച്ച് പിന്നെ അത് സോൾവ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ടോപ്പ് ബ്ലൂ, ഫ്രണ്ട് ഫേസ്, സെന്റർ. കാരണം ഈ സെന്റേഴ്സ് മാറുന്നില്ലല്ലോ. സെന്റേഴ്സിന് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഫ്രീഡമേ ഉള്ളൂ. ഒരിക്കലും പൊസിഷൻ മാറാനുള്ള ഫ്രീഡം ഇല്ല. പിന്നെ നമ്മൾ ഇതിൽ പറയുകയാണെങ്കിൽ സൈഡ് ഫേസസിന്റെ പേര് നമ്മൾ പഠിച്ചിരിക്കണം. ഫ്രണ്ട്, ടോപ്പ്, ബോട്ടം, റൈറ്റ്, ലെഫ്റ്റ്, ബാക്ക്. അത് നമ്മൾ ഇനിയുള്ള വീഡിയോസിൽ അങ്ങനെ ടോപ്പ് മൂവ് അല്ലെങ്കിൽ റൈറ്റ് മൂവ് അങ്ങനെ ആയിരിക്കും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ പേരുകളൊന്നും ഓർത്ത് വെക്കുക, ഒന്നുമില്ല. ജസ്റ്റ് ഏതൊരു സാധനത്തിന് എന്തിൻ്റെയും ടോപ്പ്, ബോട്ടം, റൈറ്റ്, ലെഫ്റ്റ്, ഫ്രണ്ട്, ബാക്ക്, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിന് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബേസിക് കാര്യങ്ങളെന്ന് പറയുന്നത്, ബോട്ടം ഈ റിംഗ് ആയിട്ട് കാണുന്നത് ഈ താഴത്തെ ഈ ഫേസും കൂടെ ചേർന്നാണ് ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത്. സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത് ഈ മിഡിൽ പോർഷനാണ് സെക്കൻഡ് ലെയർ എന്ന് നമ്മൾ പറയുന്നത്. ഇനിയുള്ള വീഡിയോസിൽ അങ്ങനെ ആയിരിക്കും പറയുക. സെക്കൻഡ് ലെയർ എന്ന് പറയുമ്പോൾ ഇതായിരിക്കും. തേർഡ് ലെയർ എന്ന് പറയുമ്പോൾ ഈ മുകളിലത്തെ ഈ ഒരു ഫേസ് ഇതും കൂടെ കൂടി ഈ ക്യൂബ്സും എല്ലാം കൂടി ഇതായിരിക്കും. അതായത് മിഡിൽ ലെയറിന് സൈഡ് ഫേസസ് മാത്രമേ ഉള്ളൂ. ടോപ്പും ബോട്ടം ഒരു ഫേസും ഉണ്ട്, ഒരു ലെയറും ഉണ്ടായിരിക്കും. അതായത് ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ, തേർഡ് ലെയർ. ഇത്രയാണ് നമുക്ക് ഇതിന് റൂബിക്സ് ക്യൂബിനെ കുറിച്ച് ബേസിക് ആയിട്ട് അറിയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഫസ്റ്റ് ലെയർ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ മാത്തമാറ്റിക്സ് പഠിക്കുമ്പോൾ കൂട്ടാനും ഗുണിക്കാനും കുറയ്ക്കാനും ഹരിക്കാനും ഒക്കെ പഠിക്കത്തില്ലേ, അതുപോലെ ചെറിയ 1-2 സ്റ്റെപ്സ് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ സോൾവിങ്ങും ആ 1-2 സ്റ്റെപ്സുകൾ ഉപയോഗിച്ച് മാത്രം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതായത് ആ ബേസിക് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മൂവ്മെന്റ്സിനെ അനുസരിച്ചാണ് നമ്മൾ ആ ബേസിക് കാര്യങ്ങൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതൊരു ഡെഫിനിഷൻ ഒന്നും അല്ല, നമുക്ക് തന്നെ ഇതിനകത്ത് നോക്കിയാൽ അറിയാൻ സാധിക്കും എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ആ 1-2 സ്റ്റെപ്സ്, അതായത് ആ സ്റ്റെപ്സ് പഠിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു ക്യൂബ് ഇവിടുന്ന് നമ്മുടെ പൊസിഷനിൽ നിന്ന് പോയാൽ അതെങ്ങനെ തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടുവെക്കാം, അല്ലെങ്കിൽ ഇതിന്റെ ഒരു പൊസിഷൻ നമുക്ക് എങ്ങനെ മാറ്റാം എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അത് പഠിക്കുന്നത്. അത് ബേസിക് ആണ്. അപ്പൊ അത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.